Hello students, welcome back to Plus One Economics Improvement Exam Special Online Classroom. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഇക്കോണമിയിലെ 4th ചാപ്റ്റർ പോവർട്ടി ദാരിദ്ര്യം ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യൻ ഇക്കോണമിയിലെ 4th ചാപ്റ്റർ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പോവർട്ടി ദാരിദ്ര്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത്. ഈ ചാപ്റ്ററിൽ നിന്നും എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പോവർട്ടി, എന്താണ് ദാരിദ്ര്യം? നമുക്കറിയാം എന്തായിരുന്നു. പോവർട്ടി ഈസ് എ സിറ്റുവേഷൻ വെൻ എ പേഴ്സൺ ഡു നോട്ട് ഹാവ് ഇനഫ് ഇൻകം ടു ഫുൾഫിൽ ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ് ലൈക്ക് ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ആരോഗ്യം, വിദ്യാഭ്യാസം ഇവയൊന്നും നേടാനാകാത്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ സാഹചര്യം, ആ അവസ്ഥയാണ് ദാരിദ്ര്യമെന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. എന്താണ് പോവർട്ടി, എന്താണ് ദാരിദ്ര്യം? ഓക്കെ, ദെൻ നമുക്കിവിടെ പഠിക്കേണ്ടത് ഫീച്ചേഴ്സ് ഓഫ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോവർട്ടി. ദാരിദ്ര്യത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് പഠിക്കണം. എന്തൊക്കെയായിരുന്നു? ഹൈ പ്രിവാലൻസ് ഓഫ് മാൽ ന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവ് ഒന്നാമത്തെ ഒരു ഫീച്ചറാണ്. ദെൻ ഇൻഡെപ്റ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ കടബാധ്യത. തേർഡ്, എംപ്ലോയിഡ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ ഓർ റിമൈൻസ് അൺഎംപ്ലോയിഡ് ഓർ അണ്ടർ എംപ്ലോയിഡ്, തൊഴിലില്ലായ്മ അഥവാ തൊഴിൽ കുറവ്. ഒന്നുകിൽ ജോലി ഒന്നുമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഉള്ള ജോലി കുറയുന്ന അവസ്ഥ. ഓക്കെ, പരിമിതമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ജോലി, ത്രൂ ഔട്ട് കണ്ടിന്യൂ ആയിട്ടല്ല, ചില ദിവസങ്ങളിലുണ്ട് ചില ദിവസങ്ങളിൽ ഇല്ല. ഇതും എന്താണ് പോവർട്ടിയുടെ ഒരു സവിശേഷത ആണ്. ദെൻ ലാക്ക് ആക്സസ് ടു ബേസിക് അമ്യൂണിറ്റീസ് ലൈക്ക് സേഫ് ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ ഫെസിലിറ്റി, റോഡ് ആക്സസ്, ഇലക്ട്രിസിറ്റി എക്സെട്ര. അതായത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം. അടിസ്ഥാന സൗകര്യങ്ങൾ, ബേസിക് അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? വൈദ്യുതി അല്ലെ, ഇലക്ട്രിസിറ്റി. ദെൻ സേഫ് ഡ്രിങ്കിങ് വാട്ടർ, ശുദ്ധജലം. ദെൻ ശുചീകരണ സൗകര്യങ്ങൾ, സാനിറ്റൈസേഷൻ ഫെസിലിറ്റീസ്. ദെൻ ഗതാഗത സൗകര്യം, ട്രാൻസ്പോർട്ടേഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഫീച്ചർ, ഹൈ ലെവൽ ഓഫ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ദാറ്റ് ഈസ് വുമൺ ആർ സബ്ജക്റ്റഡ് ടു മോർ എക്സ്പ്ലോയിറ്റേഷൻ. അതായത് ലിംഗ വിവേചനം, ആൺ പെൺ എന്ന വേർതിരിവ്, ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ആസ്തിയില്ലായ്മ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് അസറ്റ്. ക്ലിയർ ആണല്ലോ? പോയിന്റ്സ് മാത്രമാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പോയിന്റ്സ് മാത്രം പഠിച്ചു വെക്കുക. ദെൻ മെജോറിറ്റി ഓഫ് ദി പുവർ പീപ്പിൾ ബിലോങ് ടു സോഷ്യലി ബാക്ക്വേർഡ് സെക്ടേഴ്സ് ഓർ ദളിത്സ്. അതായത് ദരിദ്രരിൽ ഭൂരിഭാഗം ആളുകളും ദളിത് വിഭാഗത്തിൽ പെടുന്നവരാണ്, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാരാണ്. ഇത്രയാണ് പോവർട്ടിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ദാരിദ്ര്യത്തിന്റെ സവിശേഷതകൾ. പോയിന്റ്സ് ഓർത്ത് വെക്കുക. ദെൻ ഇവിടെ വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ, സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള ഇന്ത്യയിൽ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ദാരിദ്ര്യം കണക്കാക്കാൻ ശ്രമം നടത്തിയ വ്യക്തിയാണ് ദാദാബായ് നവറോജി. ആരായിരുന്നു? ദാദാബായ് നവറോജി. ഇൻ പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, ദാദാബായ് നവറോജി വാസ് ദി ഫസ്റ്റ് ടു ഡെവലപ്പ് എ കോൺസെപ്റ്റ് ടു എസ്റ്റിമേറ്റ് പോവർട്ടി ഈസ് നോൺ ആസ്. അദ്ദേഹം ഡെവലപ്പ് ചെയ്ത, വികസിപ്പിച്ചെടുത്ത ദാരിദ്ര്യം അളക്കുന്നതിനുള്ള ആ ഒരു സംവിധാനം, ആ മെത്തേഡ്, ആ കോൺസെപ്റ്റിനെ പറയുന്ന പേരാണ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്, ജയിൽ ജീവിത ചെലവ്. അത് എക്സാമിന് ചോദിക്കും. അതായത് ദാദാബായ് നവറോജി അദ്ദേഹം വികസിപ്പിച്ച ദാരിദ്ര്യം അളക്കുന്നതിനുള്ള രീതി എന്ത് പേരിൽ അറിയപ്പെടുന്നു? എന്തായിരുന്നു? ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്, ജയിൽ ജീവിത ചെലവ് എന്നാണ് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ നമുക്കിവിടെ പഠിക്കേണ്ട നെക്സ്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്
ടൈപ്സ് ഓഫ് പോവേർട്ടി, അതായത് ദാരിദ്ര്യത്തിന്റെ വിവിധ തരങ്ങൾ, ഓർ കാറ്റഗറൈസിംഗ് പോവർട്ടി. ദർ ആർ 4 ടൈപ്സ് ഓഫ് പുവേഴ്സ്. ദരിദ്രരെ പ്രധാനമായിട്ടും 4 ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ, ഓൾവേസ് പുവർ, നിത്യ ദരിദ്രർ. ഇവരെപ്പോഴും പോവർട്ടി അനുഭവിക്കുന്ന ആളുകളായിരിക്കും. അവർ എപ്പോഴും നിത്യദരിദ്രരാണ്, ഓൾവേസ് പുവർ ആണ്, എപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളാണ്. ഓക്കെ, രണ്ടാമത്തെ കാറ്റഗറി യൂഷ്വലി പുവർ, സാധാരണ ദരിദ്രർ. ഇവരെപ്പോഴും പോവർട്ടി ലൈനിന്റെ താഴെയായിരിക്കും ഉണ്ടാവുക. എന്നാൽ ടെമ്പററി ആയിട്ട് ചില സാഹചര്യങ്ങളിൽ ടെമ്പററി ഇൻകം, താൽക്കാലികമായിട്ടുള്ള വരുമാനം ലഭിക്കുന്ന സമയത്ത് അവർ പോവർട്ടി ലൈനിന്റെ മുകളിലേക്ക് വരുന്നു. ചില സമയങ്ങളിൽ മാത്രമാണ് പോവർട്ടി ലൈനിന്റെ മുകളിൽ അവർ വരുന്നത്. ബാക്കിയുള്ള എല്ലാ സമയവും അവർ പോവർട്ടി ലൈനിന്റെ താഴെയാണ് ഉണ്ടായിരിക്കുക. ഇതാണ് യൂഷ്വലി പുവർ അല്ലെങ്കിൽ സാധാരണ ദരിദ്രർ. ഓക്കെ, ഇനി ഈ 2 കാറ്റഗറിയെയും ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് ക്രോണിക് പുവർ, ദീർഘകാല ദരിദ്രർ. എന്തായിരുന്നു? ഓൾവേസ് പുവർ ആൻഡ് യൂഷ്വലി പുവർ ഗ്രൂപ്പ്ഡ് ടുഗദർ ആസ് ക്രോണിക് പുവർ. ഇവരെ 2 പേരെയും, അതായത് നിത്യദരിദ്രർ അതുപോലെ സാധാരണ ദരിദ്രർ, ഇവരെ 2 പേരെയും കൂടി കൂട്ടിച്ചേർത്ത് ഗ്രൂപ്പ് ചെയ്ത് വിളിക്കുന്ന പേരാണ് ക്രോണിക് പുവർ അഥവാ ദീർഘകാല ദരിദ്രർ. ഓർത്തു വെക്കണം. തേർഡ് കാറ്റഗറി ചേണിംഗ് പുവർ എന്ന് പറഞ്ഞാൽ ഇടക്കാല ദരിദ്രർ എന്ന് പറയും. ഇവര് ദാരിദ്ര്യരേഖയുടെ പോവർട്ടി ലൈനിന്റെ മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു. ചില സമയങ്ങളിൽ പോവർട്ടി ലൈനിന്റെ മുകളിലെത്തുന്നു, ചില സമയങ്ങളിൽ താഴേക്കായിരിക്കും, ചില സമയങ്ങളിൽ വീണ്ടും പോവർട്ടി ലൈനിന്റെ മുകളിൽ പോകുന്നു, ചില സമയങ്ങളിൽ വീണ്ടും പോവർട്ടി ലൈനിന്റെ താഴെ വരുന്നു. ചില സമയങ്ങളിൽ ദാരിദ്ര്യമുണ്ട്, ചില സമയങ്ങളിൽ ദാരിദ്ര്യമില്ല. സീസണൽ വർക്കേഴ്സ് അല്ലെ, ചില സീസണിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവർക്ക് എന്തായിരിക്കും? ചില സീസണിൽ നല്ല ജോലി ഉണ്ടായിരിക്കും, വരുമാനം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ പോവർട്ടി ഇല്ല, ദാരിദ്ര്യമില്ല. എന്നാൽ ചില സമയങ്ങളിലോ, സീസൺ അല്ലാത്ത സമയങ്ങളിൽ അവർക്ക് ജോലി ഉണ്ടാവില്ല അല്ലെ. പ്രധാനമായിട്ടും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇതെല്ലാം കൃഷി ചെയ്യുന്ന ആളുകൾ, അവർക്കെല്ലാം സീസണിന്റെ അടിസ്ഥാനത്തിലാണ് വരുമാനം ലഭിക്കുന്നത്. സീസൺ ആണെങ്കിൽ അവർക്ക് ജോലി ഉണ്ടായിരിക്കും, പോവർട്ടി ഇല്ല എന്നാണ് അർത്ഥം. എന്നാൽ സീസൺ അല്ലെങ്കിലോ അവർക്ക് ജോലി ഇല്ല, വരുമാനമില്ല, ദാരിദ്ര്യം അനുഭവിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ സീസണൽ വർക്കേഴ്സ് ആണ് എന്തിനുള്ള ഉദാഹരണം? ചേണിംഗ് പുവർ അല്ലെങ്കിൽ ഇടക്കാല ദരിദ്രർക്കുള്ള ഉദാഹരണങ്ങൾ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, അതായത് ഫോർത്ത് വൺ, ഒക്കേഷണലി പുവർ എന്ന് പറഞ്ഞാൽ യാദൃശ്ചിക ദരിദ്രർ എന്ന് പറയും. യാദൃശ്ചിക ദരിദ്രർ ഇവിടെ പറയുന്നത് ഇവരെപ്പോഴും ദാരിദ്ര്യരേഖയുടെ പോവർട്ടി ലൈനിന്റെ മുകളിലായിരിക്കും. ദേ ആർ ഓൾവേസ് എബവ് പോവർട്ടി ലൈൻ. എന്നാൽ ചില സമയങ്ങളിൽ വളരെ റയർ ആയിട്ട്, അപൂർവമായിട്ട് അവര് പോവർട്ടി ലൈനിന്റെ താഴേക്ക് വരുന്നു. ഇത്തരം ദരിദ്രരെയാണ് യാദൃശ്ചിക ദരിദ്രർ അല്ലെങ്കിൽ ഒക്കേഷണലി പുവർ എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ചേണിംഗ് പുവർ ആൻഡ് ഒക്കേഷണലി പുവർ ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ ആസ് ട്രാൻസിയന്റ് പുവർ. ഇടക്കാല ദരിദ്രരും യാദൃശ്ചിക ദരിദ്രരും ഇവിടെ 2 പേരെയും കൂടി കൂട്ടിച്ചേർത്ത് വിളിക്കുന്ന പേരാണ് അല്പായുസുള്ള ദരിദ്രർ അല്ലെങ്കിൽ ട്രാൻസിയന്റ് പുവർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ 4 എണ്ണം പഠിച്ചു. ഇനി ഇവ കൂടാതെ ഒരു കാറ്റഗറി കൂടെ ഉണ്ട്, നോൺ പുവർ, ദാരിദ്ര്യം അനുഭവിക്കാത്തവര്. ഓക്കെ, ദാറ്റ് മീൻസ് റിച്ച് അല്ലെ, ദാരിദ്ര്യം ഒന്നും അനുഭവിക്കാത്തവരുണ്ട്, അവരെയാണ് നോൺ പുവർ എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക. അപ്പോൾ പ്രധാനമായിട്ടും ഈ 4 കാറ്റഗറിയാണ് പഠിക്കേണ്ടത്. ആദ്യത്തെ 4 കാറ്റഗറി, ആദ്യത്തെ 4 തരങ്ങളാണ് പഠിക്കേണ്ടത്. ആ 4 കാറ്റഗറിയിലും 2 എണ്ണം വെച്ച് അവരെ കൂട്ടിച്ചേർത്ത് വിളിക്കുന്ന പേര്, അവരെ ഒരുമിച്ച് ചേർത്ത് വിളിക്കുന്ന പേര് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഓർത്ത് വെക്കണം. അതുപോലെ ഈ 4 കാറ്റഗറി, ഈ 4 തരങ്ങളെയും കാണിക്കുന്ന ഡയഗ്രാംസ്, ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എക്സാമിന് ചോദിക്കും. നിങ്ങൾക്ക് ഡയഗ്രാം തരും, എന്നിട്ട് ചോദിക്കും ഇത് എന്ത് തരം പോവർട്ടി ആണ് എന്ന് ചോദിക്കും, എന്ത് തരം ദരിദ്രരാണ് എന്ന് ചോദിക്കും. അപ്പോൾ ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കണം. പഠിച്ചിട്ടുണ്ട്. 4 ഡയഗ്രാംസും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതിൽ പോവർട്ടി ലൈൻ ആണ് ആദ്യം വരച്ചിട്ടുള്ളത്. പോവർട്ടി ലൈൻ ആണ്, ദാരിദ്ര്യ രേഖയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദരിദ്രരെന്നും
ദരിദ്രരല്ലാത്തവരെന്നും വേർതിരിക്കുന്നത്. ഓർമ്മ വേണം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഇവിടെ പഠിക്കേണ്ട അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പോവർട്ടി ലൈൻ, ദാരിദ്ര്യ രേഖ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് 2 മാർക്കിന് ചോദിക്കും. വാട്ട് ഈസ് പോവർട്ടി ലൈൻ? എന്താണ് ദാരിദ്ര്യ രേഖ? ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും ദരിദ്രരല്ലാത്തവരെന്നും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യ രേഖ. എന്തായിരുന്നു? ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും ദരിദ്രരല്ലാത്തവരെന്നും വേർതിരിക്കുന്ന ഒരു സാങ്കല്പിക രേഖ, ഇമാജിനറി ലൈൻ. ഓർമ്മ വേണം. സാങ്കല്പിക രേഖയാണ് പോവർട്ടി ലൈൻ. ദി എക്സ്റ്റെന്റ് ഓഫ് പോവർട്ടി in a country is measured by using the concept of poverty line. That is, it is the cut-off point which divides population into poor and non-poor. അതായത് പോപ്പുലേഷനെ പുവർ എന്നും നോൺ പുവർ എന്നും കാറ്റഗറൈസ് ചെയ്യുന്നതിനുള്ള ഒരു ഇമാജിനറി കട്ട് ഓഫ് ലൈൻ ആണ് എന്ത്? പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞാൽ ഇമാജിനറി ലൈനാണ്. അത് ആരും വരച്ചു വെച്ചിട്ടൊന്നുമില്ല കേട്ടോ, സാങ്കല്പിക രേഖയാണ്. ഇനി ഈ പോവർട്ടി ലൈൻ പ്രകാരം ദാരിദ്ര്യം ഉള്ളവരെന്നും ദാരിദ്ര്യം ഇല്ലാത്തവരെന്നും മനസ്സിലാക്കുന്നത് 2 മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. എസ്റ്റിമേഷൻ ഓഫ് പോവർട്ടി വി ആർ യൂസിങ് 2 മെത്തേഡ്സ്. 2 മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് മന്ത്ലി പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ, അതായത് പ്രതിശീർഷ ഉപഭോഗ ചെലവ്. ഒന്നാമത്തെ മെത്തേഡ് അതാണ്. MPCE എന്ന് പറയും. മന്ത്ലി പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ, പ്രതിശീർഷ ഉപഭോഗ ചെലവ്. അടുത്ത ഒരു മെത്തേഡാണ് മിനിമം കാലോറി കൺസംഷൻ ഇൻടേക്ക്, പ്രതിദിന പ്രതിശീർഷ കലോറി ഉപഭോഗം. ഈ 2 കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പോവർട്ടിയെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, പോവർട്ടിയെ കണക്കാക്കുന്നത്, ദാരിദ്ര്യം എത്രയാണെന്ന് കണക്കാക്കുന്നത്. 2 മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? മന്ത്ലി പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ, പ്രതിശീർഷ ഉപഭോഗ ചെലവ്. ദെൻ അതിന് പറയുന്ന ഷോർട്ട് നെയിം എന്താ? MPCE. ദെൻ എന്തായിരുന്നു? മിനിമം കലോറി കൺസംഷൻ ഇൻ ടേക്ക്, പ്രതിദിന പ്രതിശീർഷ കലോറി ഉപഭോഗം. 2 മെത്തേഡ്സ് ഓക്കെ ആണോ? ഓക്കെ. ദെൻ ഹെഡ് കൗണ്ട് റേഷ്യോ. സാധാരണയായിട്ട് പോവർട്ടി എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡാണ് ഹെഡ് കൗണ്ട് റേഷ്യോ. ഹെഡ് കൗണ്ട് റേഷ്യോ, HCR എന്ന് ഷോർട്ടായിട്ട് പറയും. ഹെഡ് കൗണ്ട് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. ഹെഡ് കൗണ്ട് റേഷ്യോ ഈക്വൽ ടു നമ്പർ ഓഫ് പുവർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ. ദരിദ്രരുടെ എണ്ണം ഡിവൈഡഡ് ബൈ മൊത്തം ജനസംഖ്യ. ഈ ഒരു ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് കൗണ്ട് റേഷ്യോ നമുക്ക് കിട്ടും. എന്തായിരുന്നു? ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പുവർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ. ദരിദ്രരുടെ എണ്ണത്തിനെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഹരണം നടത്തിയാൽ കിട്ടുന്നതാണ് ഹെഡ് കൗണ്ട് റേഷ്യോ. ഓർമ്മ വേണം. ദെൻ നമുക്കിവിടെ ഈ 2 കാര്യങ്ങളിലും പഠിക്കേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ പറഞ്ഞു മന്ത്ലി പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ, പ്രതിശീർഷ ഉപഭോഗ ചെലവ്. അതിനെ പഠിക്കണം. അതായത് 1999 2000 വർഷത്തില് അല്ലെങ്കിൽ കാലഘട്ടത്തില് ഗ്രാമീണർക്ക് 328 രൂപയും നഗരവാസികൾക്ക് 452 രൂപയുമായി മന്ത്ലി പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ, പ്രതിശീർഷ ഉപഭോഗ ചെലവ് ഏർപ്പെടുത്തി. അതായത് ഗ്രാമപ്രദേശത്തിലുള്ളവര് 328 രൂപയിലും താഴെയാണ് ഉപഭോഗത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ, ചെലവഴിക്കുന്നതെങ്കിൽ അവര് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടും? പോവർട്ടി അല്ലെ? അവര് ദരിദ്രരാണ്, പുവർ ആണ്. എന്നാൽ നഗരപ്രദേശങ്ങളിൽ, അർബൻ ഏരിയാസിൽ എത്ര രൂപയാണ് മന്ത്ലി പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്? അതായത് 452 രൂപ. ഈ 452 രൂപയ്ക്ക് താഴെ ഉപഭോഗത്തിന് വേണ്ടി, കൺസംഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന നഗരങ്ങളിലെ ആളുകളെ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു? യെസ്, പോവർട്ടി എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. ഓക്കെ, ഈ 2 നമ്പേഴ്സും ഓർമ്മ വേണം. ക്ലിയർ ആണല്ലോ? ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ഒരു മെത്തേഡ് ഏതായിരുന്നു? മിനിമം കലോറി കൺസംഷൻ ഇൻടേക്ക്, പ്രതിദിന പ്രതിശീർഷ കലോറി ഉപഭോഗം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയും റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസിലും, അതായത് റൂറൽ പേഴ്സണിനും
അതുപോലെ അർബൻ പേഴ്സൺ. നഗരവാസികൾക്കും ഗ്രാമീണവാസികൾക്കും എത്ര കലോറിയാണ് ഡെയിലി വേണ്ടത്? ആ കലോറി കിട്ടിയിട്ടില്ലെങ്കിൽ, ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നു അല്ലെ, ഫുഡ് ഐറ്റംസ് കഴിക്കുന്നു, ആ ഫുഡിൽ നിന്നും ഗവൺമെന്റ് പറയുന്ന ഒരു കലോറി അളവുണ്ട്, അത് കിട്ടിയിട്ടില്ലെങ്കിൽ, അതിന് താഴെയാണ് കിട്ടുന്നതെങ്കിൽ അവര് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളാണ്. ദേ കാറ്റഗറൈസ്ഡ് ആസ് പോവർട്ടി. ഓക്കെ, കലോറി അളവ് നോക്കിക്കോളൂ. ദാറ്റ് ഈസ് 2400 കലോറി ഇൻടേക്ക് പെർ ഡേ ഈസ് റിക്വയർഡ് ഫോർ റൂറൽ പേഴ്സൺ. ഗ്രാമീണർക്ക് ദിവസം 2400 കലോറിയാണ് വേണ്ടത്. അതിന് താഴെയാണെങ്കിൽ പോവർട്ടി അനുഭവിക്കുന്നവരാണ് എന്നാണ് അർത്ഥം. എന്നാൽ 2100 കലോറി പെർ ഡേ ഇൻടേക്ക് ഈസ് റിക്വയർഡ് ഫോർ അർബൻ പേഴ്സൺ. എന്നാൽ നഗരവാസികൾക്ക് 2100 കലോറിയാണ് ദിവസം കിട്ടേണ്ടത്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ അവര് പോവർട്ടി അനുഭവിക്കുന്നവരാണ് എന്നാണ് അർത്ഥം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് ഇതിൽ പഠിക്കേണ്ട അടുത്ത എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് വാട്ട് ആർ ദി കോസസ് ഓഫ് പോവർട്ടി. ദാരിദ്ര്യത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കാറുണ്ട്. പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? ജനസംഖ്യ വർധനവ്, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, ദെൻ തൃപ്തികരമല്ലാത്ത സാമ്പത്തിക വളർച്ച, ഇൻസഫിഷ്യന്റ് ഇക്കണോമിക് ഗ്രോത്ത്. അങ്ങനെ ഒരുപാട് പോയിന്റ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഭാഗം കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ച് പഠിക്കണം. വാട്ട് ആർ ദി കോസസ് ഓഫ് പോവർട്ടി, ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ക്ലിയർ ആണല്ലോ? പഠിക്കണം. അതുപോലെ ഈ ചാപ്റ്ററിൽ നിന്നും എസ്സേക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാട്ട് ആർ ദി പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ടുവേർഡ്സ് പോവർട്ടി അലിവേഷൻ ഓർ പോവർട്ടി ഇറാഡിക്കേഷൻ. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ എന്തൊക്കെയാണ് ചോദിക്കാറുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. എപ്പോഴും ഈ ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ദാരിദ്ര്യമുണ്ട്, അതൊരു കേഴ്സ് ആണ് അല്ലെ, ഒരു രാജ്യത്തിന്റെ ശാപമാണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ. ആ ദാരിദ്ര്യം ഇല്ലാതാക്കണം. അതാണ് ഒരു രാജ്യത്തെ ഗവൺമെന്റ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അവരുടെ രാജ്യത്തെ പോവർട്ടി ഇല്ലാതാക്കുക, ദാരിദ്ര്യം കുറയ്ക്കുക. അതിനു വേണ്ടിയിട്ട് ഒരു രാജ്യത്തെ ഗവൺമെന്റ് എടുക്കുന്ന പോളിസീസ് അതുപോലെ പ്രോഗ്രാംസ് ഒരുപാട് ഉണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് വാട്ട് ആർ ദി പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് അണ്ടർടേക്കൺ ബൈ ഇന്ത്യ ഗവൺമെന്റ് ടു ഇറാഡിക്കേറ്റ് പോവർട്ടി ഓർ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാം. ഇന്ത്യ ഗവൺമെന്റ് ദാരിദ്ര്യം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളും പരിപാടികളും ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അത് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, അത് എക്സാമിന് ചോദിക്കാറുണ്ട്, 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഇൻ ഓർഡർ ടു ഇറാഡിക്കേറ്റ് ഓർ അലിവിയേറ്റ് പോവർട്ടി ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോളോഡ് 3 ഡിഫറെന്റ് അപ്രോച്ചസ്, നെയിംലി ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച്, സെക്കൻഡ് റൈസിംഗ് ദി ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് ഓഫ് ദി പുവർ ത്രൂ വർക്ക് ജനറേഷൻ സ്കീംസ്, തേർഡ് പ്രൊവൈഡിംഗ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ് ടു ദി പീപ്പിൾ. അതായത് ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഗവൺമെന്റ് പ്രത്യേക പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഇതിനെ 3 ആയിട്ട് തരംതിരിക്കുന്നു. ഫസ്റ്റ് വൺ വളർച്ചോന്മുഖ സമീപനം, ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച് എന്ന് പറയും. ദെൻ ആസ്തിയും തൊഴിലും വർദ്ധിപ്പിക്കുന്ന സമീപനം, തേർഡ് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്ന സമീപനം. ഈ 3 സമീപനങ്ങൾ ചോദിക്കാറുണ്ട്. അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഗവൺമെന്റ് എടുത്തിട്ടുള്ള 3 സമീപനങ്ങൾ, 3 ഡിഫറെന്റ് അപ്രോച്ചസ് ചോദിക്കാറുണ്ട്. ഈ 3 എണ്ണമാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ക്ലിയർ ആണല്ലോ? അത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഇവിടെ 3 ഹെഡിങ്ങുകളിലായിട്ടാണ് പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ്, ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ? ഈ ഒരു ചോദ്യം 2 രീതിയിൽ ചോദിക്കാം കേട്ടോ. പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് എന്ന് ചോദിക്കാം, പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാംസ് എന്ന് ചോദിക്കാം, ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ എന്ന് ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. 3 ഹെഡിങ്ങുകളിലാണ് നമുക്ക് ഈ ഒരു പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാംസ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഹെഡിങ് എന്തായിരുന്നു? സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്. അത് രണ്ടും ഒറ്റ പോയിന്റ് ആണ് കേട്ടോ.
സ്വയം തൊഴിൽ പദ്ധതികളും അതുപോലെ തൊഴിൽദാന പദ്ധതികളും. സെക്കൻഡ് ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ്, ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ. തേർഡ് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ്. ഈ 3 ഹെഡിങ്ങുകളുടെ കീഴിലാണ് ഓരോ പ്രോഗ്രാംസും നമ്മൾ പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് കൃത്യമായിട്ട് പോയിന്റ് വൈസിൽ പഠിച്ചിരിക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്, സ്വയം തൊഴിൽ പദ്ധതികൾ. എന്തൊക്കെയായിരുന്നു അതിൽ ഉൾപ്പെടുന്നത്? ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, IRDP എന്ന് പറയും, സംയോജിത ഗ്രാമ വികസന പരിപാടി. ഓക്കെ, നെക്സ്റ്റ് അതിൽ വരുന്നത് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, തൊഴിൽദാന പദ്ധതികൾ. ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, NREP, ദേശീയ ഗ്രാമീണ തൊഴിൽ പരിപാടി. നെക്സ്റ്റ് ദി റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, RLEGP എന്ന് പറഞ്ഞാൽ ഗ്രാമീണ ഭൂരഹിതർക്കുള്ള തൊഴിലുറപ്പ് പരിപാടി, RLEGP. ഇതിന്റെ ഷോർട്ട് പേരും പഠിച്ചിരിക്കണം. ഓക്കെ, എക്സാമിന് അങ്ങനെയും വൺ വേർഡ് ആയിട്ട് ചോദിക്കും. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ പല രീതിയിൽ ചോദിക്കാം. എസ്സേ ആയിട്ട് ഇങ്ങനെ ചോദിക്കാം, വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് തരും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതിൽ ഏതാണ് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം, അല്ലെങ്കിൽ ഏതാണ് ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, അല്ലെങ്കിൽ ഏതാണ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. അങ്ങനെ പല രീതികളിലും ചോദിക്കാം. 4 തരും. എന്നിട്ട് നിങ്ങളോട് പറയും ഫൈൻഡ് ഔട്ട് ദി ഓഡ് വൺ, ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണെന്ന് കണ്ടെത്തുക. അങ്ങനെയൊക്കെ ചോദിക്കും. പല രീതിയിലും ഈ പ്രോഗ്രാംസിനെ കുറിച്ച് ചോദിക്കും. കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ ഓരോ ഷോർട്ട് നെയിം തരും. ഇപ്പോൾ IRDP എന്ന് തന്നു, അതിന്റെ എക്സ്പാൻഷൻ പൂർണ്ണരൂപം എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ക്ലിയർ ആണല്ലോ? എക്സ്പാൻഷനും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് പോവർട്ടി എന്ന് പഠിച്ചു. ദെൻ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോവർട്ടി, ദാരിദ്ര്യത്തിന്റെ സവിശേഷതകൾ പഠിച്ചു. ദെൻ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്, ജയിൽ ജീവിത ചെലവ്, അതാരായിരുന്നു ആവിഷ്കരിച്ചത്? ദാദാബായ് നവറോജിയാണ്. ദെൻ കാറ്റഗറൈസിംഗ് പോവർട്ടി, ദാരിദ്ര്യത്തിന്റെ വിവിധ തരങ്ങൾ പഠിച്ചു അല്ലെ? 4 പഠിച്ചിരിക്കുന്നു. അതിന്റെ ഡയഗ്രാം പഠിച്ചു. ദെൻ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? യെസ്, പോവർട്ടി ലൈൻ, ദാരിദ്ര്യ രേഖ എന്താണെന്ന് പഠിച്ചു. ദെൻ റീസൺസ് ഫോർ പോവർട്ടി, ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ പഠിച്ചു. ദെൻ പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാംസ്, ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളെ കുറിച്ച് പഠിച്ചു. ഓക്കെ, ഇതിൽ തന്നെ ഈ 3 ഹെഡിങ്ങുകളിലുള്ള പ്രോഗ്രാംസ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പഠിക്കാൻ. അതായത് സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്, ദെൻ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ്, ദെൻ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ്. ഓരോന്നും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.